ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി വസന്ത് തെങ്ങുംപള്ളി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പോലും ആ രീതിയിലേക്കുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്കൊന്നും പോയിട്ടില്ല. അത് രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മവിശ്വാസം, വീണ്ടും അധികാരത്തിലെത്തുന്നു, ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവർക്ക് തന്നെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള നീക്കം. താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ബഡ്ജറ്റിനെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കാണുന്നത്? അല്ല, ഈ ബഡ്ജറ്റ് ഞാൻ രാവിലെ ഇന്ന് വിവിധ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും ആദ്യം രാവിലെ 7 മണിക്ക് തുടങ്ങുന്നത് കേരള വിഷനിലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡ്രീം സെല്ലറാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ. അവരൊരു ഡ്രീം സെല്ലറായാണ് അവരെല്ലാ കാലഘട്ടങ്ങളിലും അവരുടെ ബഡ്ജറ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ ഒരുപാട് പദ്ധതികൾ അനൗൺസ് ചെയ്യും. ആ പദ്ധതികളൊക്കെ തന്നെ അത് വലിയ പദ്ധതികളാണ്. മോദിക്ക ഗ്യാരണ്ടി, മോദിക്ക സബ്കെ വികാസ് എന്നൊക്കെ പറഞ്ഞ് കുറെ പദ്ധതികൾ, കുറെ PR എക്സസൈസിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ അനൗൺസ് ചെയ്യും. അവയൊന്നും നടപ്പിലാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതുവരെ സാധിച്ചിട്ടുമല്ല, ഇനി സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നുവെങ്കിൽ പോലും, ഒരു 3 മാസത്തേക്ക് മുമ്പോട്ടുള്ള അക്കൗണ്ട് ബഡ്ജറ്റ് ആണ് എങ്കിൽ പോലും, ഞാൻ ഒരു ആസ് എ കോമൺ മാൻ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കുറഞ്ഞത് ഒരു 10 രൂപയെങ്കിലും പെട്രോളിയം പ്രൈസസിൽ കുറയ്ക്കും. കാര്യം ഇന്നത്തെ നിലയിൽ GST കൗൺസിലിന്റെ അടക്കം റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ 60 രൂപയ്ക്ക് പെട്രോൾ വിറ്റാൽ പോലും കേന്ദ്രത്തിന് ലാഭമാണ്. 60 രൂപയ്ക്ക് വിറ്റാൽ പോലും. അതായത് ഈ പറയുന്ന നമ്മുടെ നേപ്പാളിനാവട്ടെ, ബംഗ്ലാദേശിനാവട്ടെ, മറ്റുള്ള അയൽ സംസ്ഥാനങ്ങൾക്കാവട്ടെ, ഇവിടേക്കെല്ലാം പെട്രോളിയം റഷ്യയിൽ നിന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ GCCയിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് നമ്മൾ അവർക്ക് വിൽക്കുന്നതും അവരുടെ ലാഭവും കൂട്ടി അവിടെ അവർ വിൽക്കുന്നത് 70 രൂപയ്ക്കാണ്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ വിറ്റൊരു പ്രൊഡക്റ്റ് അവരവരുടെ പ്രോഫിറ്റ് മാർജിൻ വിറ്റിട്ട് വിൽക്കുന്നത് 70 രൂപയ്ക്കാണ്. പക്ഷെ അതേ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് 108 രൂപ, 109 രൂപയ്ക്കാണ്. എവിടെയാണത് വലിയ പ്രശ്നമാകുന്നത് എന്നറിയാമോ? ഈ 10 രൂപ കുറയുമ്പോൾ ഞാനൊരു ദിവസം 10 ലിറ്റർ പെട്രോൾ അടിക്കുന്നു എന്നിരിക്കട്ടെ ശ്രീ ലിബീഷ്. സ്വാഭാവികമായും 100 രൂപ എന്റെ പോക്കറ്റിൽ വരികയാണ്. ഞാനത് കൊണ്ടുപോയി പൂഴ്ത്തി വെക്കില്ലല്ലോ, ഞാനത് പൂപ്പിൽ പിടിപ്പിക്കാൻ വെക്കില്ലല്ലോ. ഏതാണ്ട് 90% വരുന്ന സാധാരണക്കാരൻ എന്ത് ചെയ്യും? അത് മാർക്കറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യും, സാധനങ്ങൾ മേടിക്കും, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ മാർക്കറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ബിസിനസ് വളരും. സ്വാഭാവികമായും മണി റൊട്ടേഷൻ ഉണ്ടാവും, പണപ്പെരുപ്പം കുറയും. അതാണ് ഒരു കോമൺ +2 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന സാമ്പത്തിക ശാസ്ത്രം. അതിൽ അവർ കൈവച്ചില്ല. 1. 2, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഇൻ ടു ദ അക്കൗണ്ട് ഓഫ് ദ കോമൺ പീപ്പിൾ. അതായിരുന്നല്ലോ ഇവരുടെ മറ്റേ 2000 വീതം 6000 രൂപ കർഷകന് കൊടുക്കുന്നത്. ഈ ബഡ്ജറ്റ് എന്താണേലും മസ്റ്റ് സേ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാധനമാണ്. ഈ 6000 രൂപ എടുത്ത് 10000 രൂപയാക്കും. ഇത് ഇവരുടെ ഒരു തട്ടിപ്പ് സംവിധാനമാണ്. കാര്യം അവർ 6000 രൂപ ആദ്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർ വിവിധ ഘട്ടങ്ങളിലായി കർഷകർക്ക് കൊടുത്തുകൊണ്ടിരുന്ന 10000 രൂപയുടെ സബ്സിഡി വെട്ടിക്കുറച്ചിട്ടാണ് ഈ 6000 കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മോദി, അപ്പൊ നോക്കുമ്പോൾ മോദിക്ക് ഗ്യാരണ്ടി നോക്കൂ, 6000 രൂപ മോദി അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു PR പ്രൊജക്ഷൻ ഉണ്ടാവുകയും, എന്നാൽ ഇൻഡയറക്റ്റ് ആയി കൊടുത്തുകൊണ്ടിരുന്ന 10000 രൂപയുടെ സബ്സിഡി കട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ 4000 രൂപ അധിക ലാഭം കേന്ദ്ര സർക്കാരിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഒരു PR എക്സസൈസിന്റെ ഭാഗമായാണ് ഇവർ എല്ലാ കാലത്തും പിടിച്ചു നിന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. നോക്കൂ, സുപ്രീം കോടതിയിൽ ഇവരിപ്പോ നാരിക ബഡ്ജറ്റ്, നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി അതും ഇതുമൊക്കെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞത്. എന്താണ് ഈ നാരിക ബഡ്ജറ്റ്? ഇവരുടെ ഏറ്റവും വലിയ പ്രൊജക്ട് ഇവർ കഴിഞ്ഞ 10 വർഷം അവതരിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ വുമൺ എംപവർമെന്റിന് വേണ്ടി ഇവർ മാറ്റിവെച്ചത് 2 പദ്ധതികൾക്കാണ്. ഒന്ന്, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2022 തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ സീനിയറായ അഭിഭാഷകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ പദ്ധതി പണം എത്രത്തോളം നിർവഹിച്ചിട്ടുണ്ട്? ഉടനെ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇതാ 100% ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞു, എക്സിക്യൂഷനിലാണ്. ഉടനെ കേന്ദ്രം ചോദിച്ചു, അതിന്റെ അവസ്ഥ എന്താണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഇത് വിനിയോഗിച്ചത്? സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന 86% പരസ്യത്തിന് ഉപയോഗിച്ചു എന്നാണ്. നോക്കൂ, 1,00,000 കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് PR എക്സസൈസ് ചെയ്ത കേന്ദ്ര സർക്കാർ ഫോറസ്റ്റ് 10,000 കോടി രൂപയാണെങ്കിൽ അതിന്റെ 8,600 കോടിയും ഉപയോഗിച്ച് എന്താണെന്ന് അറിയുമ്പോൾ നരേന്ദ്രമോദിയുടെ കട്ടൗട്ട് വെക്കാനും ഫ്ലെക്സ് വെക്കാനും വേണ്ടിയാണ്. 2014 UPA 2ാം ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു ഫാക്ട് ആണ് ഡൽഹിയിലെ പെൺകുട്ടിയുടെ മരണം, കൊലപാതകം. അന്ന് ഇറങ്ങിപ്പോകുന്ന UPA ഗവൺമെന്റ് ഇതുപോലെ ഒരു ഇന്ററിം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി.
ഒരു വർഷം 10,000 കോടി രൂപ. അത് ഈ സർക്കാർ തുടർന്ന് കൊണ്ടുപോയി പോയി. 10 വർഷമായി 10,000 കോടിയിൽ 1,00,000 കോടി രൂപ വിവിധ ബഡ്ജറ്റുകളിലായി മാറ്റിവെക്കപ്പെട്ടു, വിനിയോഗിക്കപ്പെട്ടു. അതും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ പറയുന്നത് 96% എന്തിനു വേണ്ടി ഉപയോഗിച്ചു? പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇവർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെന്നേ, ഇവർ ആ പദ്ധതികളിലേക്ക് ഫണ്ട് വകയിരുത്തുന്നുണ്ടെന്നേ, ആ വകയിരുത്തുന്ന ഫണ്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെന്നേ. പക്ഷെ ആ ഫണ്ട് ഡീചാനലൈസ് ചെയ്യുന്നു. എന്തിന്? സർക്കാരിന്റെ PR എക്സസൈസിന് വേണ്ടി. അങ്ങനെ ഡീചാനലൈസ് ചെയ്യുന്ന പദ്ധതികളാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ GDP ഗ്രോത്ത് റേറ്റിനെ പറ്റി BJP പ്രതിനിധി പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു ആരോപണത്തിന് ശ്രീമതി സജിനിക്ക് മറുപടി പറയാനുണ്ടാകും. ഞാൻ സജിനിയിലേക്ക് തിരിച്ചെത്താം. അതിനു മുമ്പ് ശ്രീ പോൾ തോമസിലേക്ക്. ശ്രീ പോൾ തോമസ്, അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നത് അടക്കമുള്ള